ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മള് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ JCI ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലെവലൊക്കെ വെച്ചാൽ ഇപ്പൊ നമ്മൾ അത്യാവശ്യം പിള്ളേരെല്ലാം എല്ലാം പഠിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആണ് നമുക്ക് തോന്നും. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്രത്തോളം സിമ്പിൾ ആണ്. കഴിഞ്ഞ പരീക്ഷയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇനിയും വരുന്ന പരീക്ഷയ്ക്ക് ഇപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. KS കാർഡ് ബാങ്കിന്റെ, അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നന്നായിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അല്ലെ, ഇപ്പോൾ മുതൽ തന്നെ നമുക്ക് കാര്യങ്ങള് ചിട്ടയായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് പോസ്റ്റുകളാണ് ഇപ്പൊ നമ്മുടെ JCI ആയിക്കോട്ടെ, KS കാർഡ് ബാങ്ക് ആയിക്കോട്ടെ. നമ്മള് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ JCI ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വളരെ വിശദമായിട്ട് തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്തു പോകാം അല്ലെ, നമുക്കൊന്ന് അനലൈസ് ചെയ്തു പോകാം. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, ലാസ്റ്റ് പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു. നമ്മൾ നോക്കും ഇത്രയും സിമ്പിൾ പരീക്ഷ എന്ന് ഓർക്കും അല്ലെ. പിന്നെയുള്ള പരീക്ഷയ്ക്ക് ഇത്രയും സിമ്പിൾ ആകുന്നില്ല. കാര്യങ്ങള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക അല്ലെ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, Dash is an economic order where various economic activities are carried out by private individuals for the sake of private profit. Question നോക്കിയേ. Dash is an economic order where various economic activities are carried out by, ആദ്യം തന്നെ മനസ്സിലാക്കുക, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെ. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഫോർ ദ സേക്ക് ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്. ഇവിടുത്തെ കീ വേർഡ് ആണ് ഈ പ്രൈവറ്റ് പ്രോഫിറ്റ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഏതാണ് ആൻസർ വരിക? ഏതാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം, ഓപ്ഷൻ ബിയിൽ പറയുന്നു സോഷ്യലിസം, ഓപ്ഷൻ ബിയിൽ പറയുന്നു കോർപ്പറേഷൻ, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു കമ്മ്യൂണിസം. ഇവിടെ പ്രോഫിറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെ, പ്രോഫിറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഒറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഏതായിരിക്കും ആൻസർ വരിക? Dash is an economic order where various economic activities, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ സേക്ക് ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്. ആൻസർ വരുന്നത് എന്താണ്? നമുക്ക് ക്യാപിറ്റലിസം ആണ് അല്ലെ. ആൻസർ എന്താണ് വരിക? ക്യാപിറ്റലിസം ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ക്യാപിറ്റലിസം ഓർത്ത് വെച്ച്, മുതലാളിത്തമാണ്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറി ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം കോർപ്പറേഷൻ എന്താണ്, ക്യാപിറ്റലിസം എന്താണ്, സോഷ്യലിസം എന്താണ്, കമ്മ്യൂണിസം എന്താണ്, ആ ടൈപ്പ് ആ എക്കണോമിക് ഓർഡേഴ്സിനെ കുറിച്ച് പഠിക്കണം. എന്താണ് സോഷ്യലിസം, എന്താണ് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസവും അതുപോലെ തന്നെ കോർപ്പറേഷനും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ് അല്ലെ. കോർപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ, നമ്മുടെ പരീക്ഷയ്ക്ക് പോകാൻ. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിക്കും. ഓക്കെ, മസ്റ്റായിട്ടും ഒരു ചോദ്യം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ ക്യാപിറ്റലിസം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡാഷ് ഇംപ്ലൈസ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമംഗ് ദ കോപ്പറേറ്റീവ്സ് ഓഫ് ദ വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ് അല്ലെ. അർത്ഥം നോക്കുക. ഡാഷ് implies economic, political and social brotherhood among the cooperatives of the various countries of the world. ഓപ്ഷൻ എയിൽ പറയുന്നു സഹകരണ കോമൺവെൽത്ത് അല്ലെ, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഓപ്ഷൻ ബിയിൽ പറയുന്നു കൺസ്യൂമർ സോവറിറ്റി, ഓപ്ഷൻ സിയിൽ പറയുന്നു കമ്മ്യൂണിസം, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ICA. ഏത് ആൻസർ വരിക മക്കളെ? ഏതായിരിക്കും അല്ലെ? അതായത് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമംഗ് ദ കോപ്പറേറ്റീവ്സ് ഓഫ് ദി വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. നമ്മുടെ ലോകത്തെ വ്യത്യസ്ത കൺട്രീസ് തമ്മിലുള്ള ആ ഒരു ബ്രദർഹുഡ്. ഏത് ആൻസർ വരിക? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ് അല്ലെ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 3 പറയാണ്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ ICA. ICA കുറിച്ച് നമുക്ക് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, കുറെ അധികം കാര്യങ്ങൾ ICA കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. ICA കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ന് നമുക്ക് പറയാം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, ICA സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്നാണ് പറയുക. ഇപ്പൊ ഇതെന്താണ്? ആദ്യം തന്നെ മനസ്സിലാക്കുക,
ICA ഈസ് ആൻ ഇൻഡിപെൻഡന്റ്, ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒന്ന് മനസ്സിലാക്കുക, ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ കേട്ടോ, ഇൻഡിപെൻഡന്റ് ഇത് ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ല, ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, തീർന്നിട്ടില്ല, ഓർഗനൈസേഷൻ ദാറ്റ് യുണൈറ്റ്സ് represents and serves cooperative worldwide. നമുക്ക് വേൾഡ് പാർലമെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്നൊക്കെ നമുക്ക് ICA വിശേഷിപ്പിക്കാം. ഇന്ന് ലോകത്ത് ഈ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു അവസാന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് ICA ആണ്. ലോകത്ത് സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, അതിനൊക്കെ നേതൃത്വം നൽകുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏതാണ്? ഇന്ത്യയിൽ വരുമ്പോൾ NCUA ആണ് അല്ലെ. അതിന് നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ SCU ആണ്. ലോകത്ത് ICA ആണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് NCUA ആണ്. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, അങ്ങനെ ഒരു ഹൈറാർക്കി ഒക്കെ അത് വരുന്നുണ്ട് അല്ലേ. എന്നാൽ പഠിക്കുക, ICA എന്ന് പറയുന്നത് ആൻ ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ that unites, represent and serves cooperatives worldwide. ഇതിനെ നമുക്ക് എന്താണ് വേൾഡ് വൈഡ് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൂടെ, അങ്ങനെയും പറയാം, പല രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ അതിന്റെ പ്രാധാന്യമാണ് പറയുന്നത് അല്ലെ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്നാണ് ഇത് രൂപീകരിക്കുന്നത്, അത് നമ്മൾ ചോദിക്കാം. ഫൗണ്ട് ചെയ്യുന്നത് എന്താണ് എന്നാണ് ഓർത്ത് വെച്ചേക്കാം. 19/8/1985 ഓർത്ത് വെച്ചേക്കുക. 19/8/1985 ഓർത്ത് വെച്ചത്. ഓക്കെ, 19/8/1985 ഇത് രൂപീകരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 1895 രൂപീകരിക്കുന്ന സമയത്ത്, 1895 ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിക്കാം. എവിടെയാണ് ഇത് രൂപീകരിക്കുന്ന സമയത്ത്? ഇതിന്റെ ഹെഡ് ക്വാർട്ടർ ലണ്ടനിലാണ് കേട്ടോ. എവിടെയാണ്? ലണ്ടൻ, ഇംഗ്ലണ്ട്. ഓർത്ത് വെച്ച് ലണ്ടനിലാണെന്ന് ഓർത്ത് വെച്ച്. 1895 രൂപീകരിക്കുന്നു. അങ്ങനെ 1895 മുതൽ 1982 വരെ എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു. അപ്പൊ 1982 ഇത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടെന്നറിയോ? ജനീവയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തു. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓർക്കുക, 1982 വരെ ലണ്ടനിലായിരുന്നു. അങ്ങനെ 1982 എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്? ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ 1982 മുതൽ 2013 വരെ എവിടെയാണ്? ജനീവയിലായിരുന്നു. 2013 ഇത് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടെന്നറിയോ? ബ്രസൽസിലേക്ക്. ഇപ്പോൾ നിലവിൽ ബ്രസൽസിലാണ് കേട്ടോ. ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് ഓർത്ത് വെച്ചേക്കുക. ബ്രസൽസ് എവിടെയാണ്? ബെൽജിയം ആണ് അല്ലെ. ബ്രസൽസ് എവിടെയാണ്? ബെൽജിയം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ICA ഫൗണ്ട് ചെയ്ത വർഷമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വർഷം മാത്രമാണ് ചോദിച്ചത്. നമ്മൾ ഡേറ്റും മാസവും കൂടെ പഠിക്കുക. 19/8/1985 ഓർത്ത് വെച്ചത്. ഓപ്ഷൻ എയിൽ പറയുന്നു 1888, ഓപ്ഷൻ ബിയിൽ പറയുന്നു 1890, ഓപ്ഷൻ സിയിൽ പറയുന്നു 1895 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു 1893. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് 1895 ആണ്. മറക്കില്ല കേട്ടോ, 1895 ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ICAയുടെ പബ്ലിക്കേഷൻ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ് ICAയുടെ പബ്ലിക്കേഷൻ വരുന്നത്? കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ മക്കളെ. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം മാത്രമേ പറഞ്ഞു പോവാ. ഏതൊക്കെയാണ്? കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി, ട്രേഡ് ഡയറക്ടറി. അതോടൊപ്പം തന്നെ എന്താണ്? ICA ബുള്ളറ്റിൻ. അത് പിന്നെ പെട്ടെന്ന് കിട്ടിയാൽ അറിയാം. ICA ബുള്ളറ്റിൻ എന്ന് കേട്ടാൽ നമുക്കറിയാം അല്ലേ. പിന്നെ പറയുന്നുണ്ട് കോപ്പറേറ്റീവ് ഇൻസൈഡർ. അങ്ങനെ കുറെ ഒന്ന് രണ്ട് എന്താണ് പ്രധാനപ്പെട്ട അവരുടെ പബ്ലിക്കേഷൻ ഉണ്ട്. പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി, ICA ബുള്ളറ്റിന്, കോപ്പറേറ്റീവ് ഇൻസൈഡർ. ഇത്രയൊന്ന് പഠിച്ചു വെച്ചേക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ICAയുടെ സുപ്രീം ബോഡി എന്ന് ചോദിച്ചതാണ്. സുപ്രീം അതോറിറ്റി. ഇവിടെ മനസ്സിലാക്കണം, സുപ്രീം അതോറിറ്റി ഉണ്ട്, അതോടൊപ്പം ഹയസ്റ്റ് അതോറിറ്റി ഉണ്ട്. സുപ്രീം അതോറിറ്റി ഉണ്ട്, അതോടൊപ്പം ഹയസ്റ്റ് അതോറിറ്റി ഉണ്ട്. ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് അത് ICA കോൺഗ്രസ് ആണ് കേട്ടോ. എന്താണ് മക്കളെ? അത് ICA കോൺഗ്രസ് ആണ്. ഇത് എല്ലായ്പ്പോഴും എന്താണ് അവര് ഹെൽഡ് ചെയ്യാറില്ല കേട്ടോ. അത് മനസ്സിലാക്കുക.
ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സുപ്രീമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ്. ഇപ്പൊ കോപ്പറേറ്റീവ് കോൺഗ്രസ് അവരെപ്പോഴും വിളിച്ചു ചേർക്കാറില്ല, സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, കോപ്പറേറ്റീവ് കോൺഗ്രസ് അവർ വിളിച്ചു ചേർക്കുന്നത്. ഇനി അവരുടെ ഹയസ്റ്റ് അതോറിറ്റി ആണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, അത് ജനറൽ അസംബ്ലി ആണ് കേട്ടോ. ഹയസ്റ്റ് അതോറിറ്റി ഏതാണ്? അത് ജനറൽ അസംബ്ലിയാണ്. ജനറൽ അസംബ്ലി എപ്പോഴാണ് അവർ വിളിച്ചു ചേർക്കുന്നത്? മീറ്റ് വൺസ് ഇൻ എ ഇയർ കേട്ടോ. ജനറൽ അസംബ്ലി വർഷത്തിൽ ഒരിക്കൽ മീറ്റ് വൺസ് ഇൻ എ ഇയർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ജനറൽ അസംബ്ലി ആ വർഷത്തിൽ ഒരിക്കലായിരിക്കും അവര് വിളിച്ചു ചേർക്കുക. സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് ICA കോൺഗ്രസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അതൊന്നും മനസ്സിലാക്കി പോവാ കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല, ഇനി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി പോവാ കേട്ടോ. ഓക്കെ, അവിടെ കുറെ അധികം കാര്യങ്ങൾ ഇപ്പോഴത്തെ സെക്ടറൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ICAക്ക് എത്ര സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 8 എണ്ണം ഉണ്ട് കേട്ടോ. 8 സെക്ടറൽ ഓർഗനൈസേഷൻസ് ICAക്ക് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി പോവാം. 8 സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കും. 8 സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, കൺസ്യൂമർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വിടും. നിങ്ങൾ ഈ പേരെന്ന് ഓർത്ത് വെച്ചുക, CICOPA കേട്ടോ. ഇതൊരു സെക്ടറൽ ഓർഗനൈസേഷൻ. 8 എണ്ണം ഉണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ടാണ് CICOPA, സിസോപ്പ എന്നുള്ള ഓർത്താൽ മതി. എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ, ജസ്റ്റ് അത് നോട്ട് ചെയ്ത് പോയേക്കാം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ, ആർട്ടിസാനൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നു. 1947 സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. 1947 സ്റ്റാർട്ട് ചെയ്തതാണ്. ഹെഡ് ക്വാർട്ടർ ബ്രസൽസിലാണെന്ന് ഓർത്ത് വെക്കുക. ഇത് മാത്രം ഒന്ന് ഓർത്ത്, കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഈ ഒരു പോയിന്റ് കാണാറുണ്ട്, സിസോപ്പ എന്നുള്ള പോയിന്റ് കാണുന്നുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട് പറയാനാണെങ്കിൽ അല്ലേ? വേണ്ട, മതി. നമുക്ക് എത്ര റീജിയണൽ ഓഫീസ്, എത്ര ROs ഉണ്ട്, എത്ര റീജിയണൽ ഓഫീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4 റീജിയണൽ ഓഫീസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ച് കേട്ടോ. മതി. നമുക്ക് ഇനിയും ബാക്കി കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സസിലായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, there are dash principles of cooperation revised by ICA in 1995. ഉറപ്പായിട്ടും ഒരു 2 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്താണ് സാധാരണ രീതിയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദിക്കാറുണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ സഹകരണ തത്വങ്ങൾ അല്ലേ? എന്താണ് സഹകരണ തത്വങ്ങൾ പഠിക്കാനുള്ള ഒരു ഏരിയയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നമുക്ക് ജസ്റ്റ് ഓവറോൾ ആയിട്ട് ഓടിച്ചു നോക്കിപ്പോകാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കേട്ടോ. നമ്മൾ ഈ സഹകരണ തത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് കാണുന്നത് ഇപ്പോൾ നിലവിൽ 7 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് നിലവിലുള്ളത് അല്ലേ? അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി, ഒരു ചരിത്രം അല്ലെ, എത്ര സ്റ്റേജസ് ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഈ ഇവല്യൂഷൻ എന്ന് പറയുന്നത് 4 സ്റ്റേജസിലൂടെയാണ് കേട്ടോ. 4 സ്റ്റേജസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. 4 സ്റ്റേജസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിലെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്. നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ ആയ സൊസൈറ്റി എന്ന് പറയുന്നത് ആരാണ്? റെപ്സ് ആണ് അല്ലെ? ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള സഹകരണ സംഘം ഏതാന്ന് ചോദിച്ചാൽ അത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനർ സൊസൈറ്റിയാണ്. അപ്പോൾ അവിടെ വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. 1761 രൂപീകരിച്ച ഫെൻവിക്, ലോകത്തിലെ ആദ്യത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് ഫെൻവിക് ആണ്. ലോകത്തിലെ ആദ്യത്തെ സംഘം ഫെൻവിക് ആണ്. 1761 രൂപീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് അത്ര എണ്ണം കൊണ്ട് വിജയിച്ചില്ല. സക്സസ് ആയോ? ഇല്ല അല്ലെ? സക്സസ് ആയില്ല. അതിനുശേഷവും ഒരുപാട് സംഘങ്ങൾ വന്നു, പക്ഷെ ഒന്നും സക്സസ് ആയില്ല. അങ്ങനെയാണ് 1844 ഡിസംബർ 21 വന്നിട്ടുള്ള റെപ്സ് എന്തായി മാറി? സക്സസ് ആയി, വിജയിച്ചു. അപ്പോൾ ഈ സംഘങ്ങളിൽ നിന്ന് ഈ 1761 മുതൽ ഒരുപാട് സംഘങ്ങൾ വന്നു. ഇപ്പൊ ഇവയെല്ലാം സക്സസ് ആയില്ല, ഫെയിലായി പോയി. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ റെപ്സ് ചെയ്തത് കൊണ്ടാണല്ലോ അവർ സക്സസ് ആയത് അല്ലെ? കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാകും. സാധാരണ വന്നു പോയ സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒരു കാര്യം ഈ റെപ്സ് ചെയ്തു,
അതുകൊണ്ടാണ് അവർ സക്സസ് ആയത്. അപ്പൊ റബ്സ് എന്ത് ചെയ്തു? റബ്സ് അല്ലെങ്കിൽ റോക്കഡൈൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി എന്ത് ചെയ്തു? അവര് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, സഹകരണ തത്വങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവര് 1844 വന്നതെങ്കിലും 1860 അവരുടെ ജനറൽ ബോഡി അല്ലെ പുതിയ യോഗത്തില് അവര് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനുശേഷം അത് എന്ത് ചെയ്തു? അത് ഫോളോ ചെയ്യുകയും ചെയ്തു. പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് ഫോളോ ചെയ്തു. അങ്ങനെയാണ് അവര് വിജയിച്ചത് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ ചോദിക്കാം, ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? അത് റോക്കഡൈൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റോക്കഡൈൽ പയനിയർ പ്രിൻസിപ്പിൾ എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. റോക്കഡൈൽ പയനിയർ പ്രിൻസിപ്പിൾ എന്ന് ഓർത്ത് വെച്ചേക്കുക. റോക്കഡൈൽ പയനിയർ പ്രിൻസിപ്പിൾസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അതിന്റെ വർഷം 1860. ഓക്കെ, 1860 ഓർത്ത് വെച്ചേക്കുക. അവര് 7 പ്രിൻസിപ്പിൾസ് ആണ്. ചില പുസ്തകങ്ങൾ 8 കാണുന്നുണ്ട്, നമ്മളിപ്പോ 7 പഠിക്കുക. 7 പ്രിൻസിപ്പിൾസ് ആണ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓർത്ത് വെച്ചേക്കുക. എത്ര പ്രിൻസിപ്പിൾസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? റബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 7 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഓപ്പൺ മെമ്പർഷിപ്പ്. ഓർത്ത് വെച്ചേക്കുക, ജസ്റ്റ് അത് നോട്ട് ചെയ്ത് പോയേക്കുക. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഓപ്പൺ മെമ്പർഷിപ്പ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡെമോക്രാറ്റിക് കൺട്രോൾ. ഡെമോക്രാറ്റിക് കൺട്രോള് തീർന്നിട്ടില്ല. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് പേയ്മെന്റ് ഓഫ് അല്ലെങ്കിൽ പാട്രണേജ് ഡിവിഡന്റ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, പാട്രണേജ് ഡിവിഡന്റ് ഒരാൾക്കാർ ചെയ്യുന്ന ഇടപാടുകൾക്ക് അനുസൃതമായിട്ട് അവർക്ക് ഡിവിഡന്റ് നൽകുക ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ. അതാണ് പാട്രോണേജ് ഡിവിഡന്റ്. അതിനുശേഷം നാലാമത്തെ പ്രിൻസിപ്പിൾ ഏതാണ്? ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അഞ്ചാമത് പറയുന്നുണ്ട് എന്താണ്? കടമൊന്നുമില്ല അല്ലെ, ക്യാഷ് ട്രേഡിങ്ങേ ഉള്ളൂ, ക്യാഷ് ട്രേഡിങ്. ആറാമത് പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഏഴാമതാണ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഇത്രയും 7 പ്രിൻസിപ്പിൾസ് ആണ് 1860 റബ്സ് അവരുടെ പൊതുയോഗത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് അവർ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അവരെ ഫോളോ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് 1860 റബ്സ്. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടെ? അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1895 ICA ഫോം ചെയ്തു. അങ്ങനെ ICA ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എല്ലാ രാജ്യങ്ങളിലും അങ്ങ് സക്സസ് ആകുന്നുണ്ട് അല്ലെ. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഒക്കെ രൂപീകരിക്കാൻ തുടങ്ങി. അപ്പം അന്ന് അവിടെ ഒരു ചോദ്യം ഉയരുകയാണ്, നിലവിലുള്ള ഈ റബ്സിന്റെ പ്രിൻസിപ്പിൾസ് മതിയോ അല്ലെ? നിലവിലുള്ള ഈ റബ്സിന്റെ പ്രിൻസിപ്പിൾസ്, കാരണം ഇവര് സ്റ്റോർ അല്ലേ, സ്റ്റോറായിട്ട് കൺസ്യൂമർ സ്റ്റോറായിട്ടാണ് റബ്സ് രൂപീകരിക്കുക. ഇപ്പൊ നമുക്ക് പല ടൈപ്പ് സംഘങ്ങളുണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫാമിംഗ് ഉണ്ട്, പല ടൈപ്പ് സംഘങ്ങളുണ്ട്. ഇപ്പൊ ഇവർക്കെല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ സംഘങ്ങൾക്കും ഈ പ്രിൻസിപ്പിൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുകൊണ്ട് എല്ലാ സംഘങ്ങളും ഓക്കെ ആകുമോ? ഈ പ്രിൻസിപ്പിൾ മാത്രം മതിയോ? കാലോചിതമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണ്ടേ എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ICAയിൽ ഉയർന്നത്, അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതെന്ന് ചോദിച്ചാൽ അത് 1930 ഫ്രഞ്ച് ഫെഡറേഷൻ ആണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. 1930 അങ്ങനെ ഒരു സംശയം അവിടെ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ICAയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കാലോചിതമായ മാറ്റം കൊണ്ടുവരണം, കാരണം നിലവിലെ റബ്സിന്റെ പ്രിൻസിപ്പിൾസ് ആണ്, അതുകൊണ്ട് എല്ലാ ടൈപ്പ് സംഘങ്ങൾക്കും സാറ്റിസ്ഫൈഡ് ആകുമെന്ന് അല്ലെ, എല്ലാ ടൈപ്പ് സംഘങ്ങളും അത് മതിയോ എന്ന ചോദ്യങ്ങളൊക്കെ എന്താണ് ഉന്നയിക്കുകയുണ്ടായി. ഇപ്പൊ 1930 ഫ്രഞ്ച് ഫെഡറേഷൻ ഓർത്ത് വെക്കുക. 1930 ഫ്രഞ്ച് ഫെഡറേഷൻ ആണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മൾ മനസ്സിലാക്കുക, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജസിലേക്കാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റേജിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സെക്കൻഡ് സ്റ്റേജ്. ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിന്റെ ആ ഒരു വർഷം 1937 ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? 1860 ആണ്. സെക്കൻഡ് സ്റ്റേജ് 1937 ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ വേറൊരു പേര് പറയും, എന്താണ്? ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്നും പറയും. കാരണം ആദ്യമായിട്ടാണ് നിലവിലുള്ള പ്രിൻസിപ്പിളിനെ റീഫോർമുലേറ്റ് ചെയ്യുക. അതുകൊണ്ടിട്ട് നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? ഫസ്റ്റ് റീഫോർമുലേറ്റഡ് കേട്ടോ. ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് കേട്ടോ. ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ വീണ്ടും പറയുകയാണ്,
എന്താണ് ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചത് ഫ്രഞ്ച് ഫെഡറേഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ആവശ്യം മുൻപോട്ട് വെച്ചു. 1934 1934 ഓർത്ത് വെച്ചേക്കുക ICA ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, ICA എന്ത് ചെയ്യുകയാണ്, ഈ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 1934 ICA അപ്പോയിന്റഡ് എ കമ്മിറ്റി. കേട്ടോ, ICA ഒരു സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. അപ്പോയിന്റഡ് എ കമ്മിറ്റി എന്ന് ഓർത്താൽ മതി. കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത വർഷം 1934 ഓർത്ത് വെച്ചാൽ 1934 ICA ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, അത് ഏത് കോൺഗ്രസിലാണെന്ന് വെച്ചാൽ ലണ്ടൻ കോൺഗ്രസിലാണ്. ഏത് കോൺഗ്രസിലാണ്? ലണ്ടൻ കോൺഗ്രസിൽ വെച്ചാണ് ICA ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നത്. കേട്ടോ, ലണ്ടൻ കോൺഗ്രസിൽ വെച്ചാണ് ICA ഒരു സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയാണ് 1934. ഓർക്കണം കേട്ടോ, ലണ്ടൻ കോൺഗ്രസ്. അവര് 1937 റിപ്പോർട്ട് സമർപ്പിച്ചു, സബ്മിറ്റഡ് റിപ്പോർട്ട്. കേട്ടോ, അത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ അങ്ങനെ 1934 അപ്പോയിന്റ് ചെയ്തു, 1937 സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ 1937 പാരീസ് കോൺഗ്രസിൽ വെച്ച്. കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. 1937 പാരീസ് കോൺഗ്രസിൽ വെച്ചാണ് ആ ഒരു പ്രിൻസിപ്പിൾസ്, അതായത് ആ ഒരു റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ICA ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1934 അപ്പോയിന്റ് ചെയ്തു, 1937 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ 1937 അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. കേട്ടോ, അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യമായിട്ട് അമെന്റ് ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ 1937. കാരണം ഓൾറെഡി ആദ്യം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത റെപ്സ് ആണ്. അത് ആദ്യമായിട്ട് അമെന്റ് ചെയ്തത് 1937 ഓർത്ത് വെച്ചു. കേട്ടോ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ റിവ്യൂഡ് ആൻഡ് അമെന്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് 1937. എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചാൽ പാരീസ് കോൺഗ്രസിലാണ്. ICAയുടെ പാരീസ് കോൺഗ്രസിലാണ്. ലണ്ടൻ കോൺഗ്രസിൽ വെച്ചെടുത്ത തീരുമാനപ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ പാരീസ് കോൺഗ്രസിലാണ് അത് അമെന്റ് ചെയ്യുന്നത് ഓർത്ത് വെച്ചു. അപ്പം ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ എന്താ ചെയ്യാന്ന് ചോദിച്ചാല് നമ്മുടെ നിലവിലുള്ള റെപ്സിന്റെ പ്രിൻസിപ്പിൾസ് ഇല്ലേ, അല്ലെ, നിലവിലുള്ള ആ റെപ്സിന്റെ പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് തരംതിരിക്കുക മാത്രമാണ് ചെയ്തേക്കുന്നത്. അല്ലാതെ കൂടുതലായിട്ട് അവരൊന്നും ആഡ് ചെയ്യാനൊന്നും പോയിട്ടില്ല. നിലവിലെ റോക്കഡൈൽസിന്റെ പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് തരംതിരിച്ചു. ഏതൊക്കെ ഹെഡായിട്ടാണ് തരംതിരിച്ചെന്ന് വെച്ചാൽ എസെൻഷ്യൽ എന്നും ഓർത്ത് വെച്ചേക്കാം മക്കളെ, എസെൻഷ്യൽ എന്നും അതോടൊപ്പം തന്നെ എന്താണ് നോൺ എസെൻഷ്യൽ എന്നും, അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചു. എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും തരംതിരിച്ചു. നമുക്ക് ഈ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിന് മറ്റൊരു പേരോട് പറയാം, ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾസ് എന്നോട് പറയാം. എന്താണ് ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾസ്? ഇപ്പൊ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിന് നമുക്ക് മറ്റൊരു രണ്ട് പേരിൽ പറയാം, സെക്കൻഡറി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൂടെ. എന്താണ് ആ സെക്കൻഡറി പ്രിൻസിപ്പിൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് ഒബ്ലിഗേറ്ററി ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ഇത് ഓപ്ഷണൽ ആയിരിക്കും. ഓപ്ഷണൽ പ്രിൻസിപ്പിൾസ് എന്നും പറയാം. കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളിനെ നമുക്ക് ആ സെക്കൻഡറി പ്രിൻസിപ്പിൾസ് എന്ന് അല്ലെങ്കിൽ ഓപ്ഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് നമുക്ക് ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രൈമറി പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയാം. അപ്പം ഇവിടെ നിലവിലുള്ള റെപ്സിന്റെ പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് അങ്ങ് തരംതിരിച്ചു. അപ്പം എസെൻഷ്യൽ അല്ലെങ്കിൽ എന്താണ് ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾസിൽ വരുന്ന ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓപ്പൺ മെമ്പർഷിപ്പ് ഓർത്ത് വെച്ചേക്കുക. ഓപ്പൺ മെമ്പർഷിപ്പ്. രണ്ടാമതായിട്ട് പറയുന്നുണ്ട് ഡെമോക്രാറ്റിക് കൺട്രോൾ, അല്ലെ, ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്. പിന്നെ ഏതായിരിക്കും? പിന്നെ പറയുന്നുണ്ട് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നാലാമതായിട്ട് പറയുന്നുണ്ട് ഏതാണ്, പാട്രോണേജ് ഡിവിഡൻഡ്. ഇങ്ങനെ 4 എണ്ണത്തിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, എസെൻഷ്യൽ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾ എന്നുള്ള ഹെഡിൽ കണക്കാക്കാം. ഏതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്. 4 എണ്ണത്തിലെ എസെൻഷ്യൽ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾ നമുക്ക് കണക്കാക്കാമെങ്കിൽ ബാക്കിയുള്ള 3 എണ്ണത്തിലെ നമുക്ക് സെക്കൻഡറി അല്ലെങ്കിൽ ഓപ്ഷണൽ പ്രിൻസിപ്പിൾസ് ആണ് കണക്കാക്കാം. ഏതൊക്കെയാണ് അതിൽ വരുന്നത് വെച്ചാൽ ക്യാഷ് ട്രേഡിങ്, അതോടൊപ്പം ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഓർത്ത് വെച്ചേക്കുക, ക്യാഷ് ട്രേഡിങ് വരുന്നുണ്ട്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പിന്നെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. കേട്ടോ, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെ ഓർത്ത് വെച്ചേക്കുക 7 എണ്ണം വരുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. കേട്ടോ, അങ്ങനെ എത്ര പ്രിൻസിപ്പിൾ വരുന്നുണ്ട്? 7 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ആദ്യത്തെ 4 എണ്ണത്തിനെ എസെൻഷ്യൽ എന്നും ബാക്കിയുള്ള 3 എണ്ണത്തിനെ നോൺ എസെൻഷ്യൽ എന്നും തരംതിരിച്ചു. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക.
മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞിട്ടില്ല, 2 സ്റ്റേജേ ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയും പഠിക്കേണ്ടത് 3ാമത്തെ സ്റ്റേജസിനെ കുറിച്ചാണ് കേട്ടോ. ഓർത്ത് വെക്കുക, 3ാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ്. ഇപ്പൊ വർഷങ്ങൾ മുൻപോട്ട് പോയി അല്ലേ, വർഷങ്ങൾ മുൻപോട്ട് പോയി. ഇപ്പൊ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും അനിവാര്യമാണ് അല്ലെ, കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമല്ലേ. അത് പ്രകാരം സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് കേട്ടോ, സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ. നമ്മൾ ആദ്യം സെക്കൻഡ് സ്റ്റേജിൽ പഠിച്ചത് ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ തേർഡ് സ്റ്റേജിൽ പഠിക്കാനുള്ളത് എന്താണ്, സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പഠിക്കാം. സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പഠിക്കാം. ഓർത്ത് വെച്ചേക്കുക, 1964 ICA ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ICA അപ്പോയിന്റ് ചെയ്യുന്നത് 1964 പുതിയൊരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതിനെ കുറിച്ച് പഠിക്കാം അല്ലേ. ഓർത്ത് വെച്ചേക്കുക, ICA എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു 1964. ആ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, DG കാർവേ ആണ് കേട്ടോ. DG കാർവേ എന്ന് ഓർത്ത് വെച്ചേക്കുക. DG കാർവേ അദ്ദേഹം ഒരു ഇന്ത്യനാണ്. അപ്പം 5 രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഓർത്ത് വെച്ചേക്ക്, 5 രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ICA 1964 കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്ക്, ഇന്ത്യ എന്ന് DG കാർവേ വരുന്നുണ്ട്, ജർമ്മനി, USA, UK, USSR. ഇന്ത്യ, ജർമ്മനി, USA, UK, USSR ഇങ്ങനെ 5 രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് DG കാർവേ, അദ്ദേഹം ഇന്ത്യൻ ആണെന്ന് ഓർത്ത് വെച്ചേക്ക്. 1964 അപ്പോയിന്റ് ചെയ്തു എന്നാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1966. ഇപ്പൊ തേർഡ് സ്റ്റേജിന്റെ വർഷം 1966 എന്ന് ഓർത്ത് വെച്ചേക്കുക. 1966 അദ്ദേഹം നിലവിലുള്ള ഈ പ്രിൻസിപ്പിൾസിനെ എല്ലാം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, 6 ചുരുക്കി. ടോട്ടല് നമുക്ക് 4, 3, 7 ഉണ്ടായിരുന്നല്ലോ, അതിനെ അദ്ദേഹം ടോട്ടലായിട്ട്, അതായത് മൊത്തം അദ്ദേഹം 6 പ്രിൻസിപ്പിൾസ് ആയിട്ട് ടോട്ടലി ചുരുക്കി. എന്നിട്ട് അതിലെ 6ാമത്തെ പ്രിൻസിപ്പിൾ, നിലവിലൊന്നും പറയാത്ത പ്രിൻസിപ്പിളാണ്, 6ാമത്തെ പ്രിൻസിപ്പിൾ അദ്ദേഹം പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുകയാണ്. അതും ഒന്ന് ഓർത്ത് വെച്ചു. കാരണം ബാക്കിയുള്ളതിനെ എല്ലാം കൂടെ അദ്ദേഹം 5 ആയിട്ട് ചുരുക്കിയതിനു ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പ്രിൻസിപ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഓർത്ത് വെച്ചേക്കുക, എന്താണ് മക്കളെ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് കേട്ടോ. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് കാർവേ, DG കാർവേ 64 അപ്പോയിന്റ് ചെയ്തു, 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ DG കാർവേ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്, വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. 1937 അക്സെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ വിയന്ന കോൺഗ്രസിൽ വെച്ചാണ് കേട്ടോ, വിയന്ന കോൺഗ്രസിൽ വെച്ചാണ് 1966 വിയന്ന കോൺഗ്രസിൽ വെച്ചാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അദ്ദേഹത്തിന് കൊണ്ടുവന്ന അതായത് അദ്ദേഹം നമ്മുടെ നിലവിലെ പ്രിൻസിപ്പിൾസിനെ അദ്ദേഹം 6 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട്. ഒന്നാമത് വരുന്നു ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, രണ്ടാമത് ഡെമോക്രാറ്റിക് കൺട്രോൾ, മൂന്നാമത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നാലാമത് എന്താണ് പാട്രോണേജ് ഡിവിഡന്റ്, അഞ്ചാമത് അദ്ദേഹം പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ആറാമത് പറയുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതിൽ 6ാമത്തെ പ്രിൻസിപ്പിൾ അദ്ദേഹം കൊണ്ടുവന്നതാണ് കേട്ടോ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ കമ്മിറ്റി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിന് പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട് കേട്ടോ. ഇനിയും കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളാണ്, അദ്ദേഹം കൊണ്ടുവന്ന പ്രിൻസിപ്പിളാണ് അല്ലെ. 1966 അദ്ദേഹം കൊണ്ടുവന്ന പ്രിൻസിപ്പിളാണ്, 6ാമത്തെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കുന്ന കാര്യം, ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിനെ മറ്റ് ചില പേരിലും അറിയപ്പെടാറുണ്ട് അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടാറുണ്ട്, മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ എന്നറിയാറുണ്ട്, കാർവേ പ്രിൻസിപ്പിൾ എന്നൊക്കെ ആ ഒരു പ്രിൻസിപ്പിളിനെ വിശേഷിപ്പിക്കാറുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അതാണ് തേർഡ് സ്റ്റേജ്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ്, 4th സ്റ്റേജ് കേട്ടോ. ഫൈനൽ സ്റ്റേജ് എന്താണ്, ആ 4th സ്റ്റേജ് ആണ്. 1995 നമുക്ക് അതിനെ റിവൈസ്ഡ് അല്ലെങ്കിൽ റീഡിഫൈൻഡ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയാം. അപ്പൊ അവിടെ ഇവാൻ മക്ഫേഴ്സൺ ആണ് അപ്പോയിന്റ് ചെയ്യുക അല്ലെ. ഇവാൻ മക്ഫേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്നു, അദ്ദേഹമാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1995 അല്ലേ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, 1995 ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. നമ്മൾ നിലവിൽ ഇപ്പോൾ 7 പ്രിൻസിപ്പിളാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ അതിനെയാണ്, നിലവിൽ 7 പ്രിൻസിപ്പിളാണ്. ഓക്കെ. ഇപ്പം ICA റിവൈസ് ചെയ്തു 1995 ഓർത്ത് വെച്ചേക്കുക. ഓർത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം 1992 ഈ ഒരു കമ്മിറ്റിയെ, ലാസ്റ്റ് സ്റ്റേജിലെ 1992 കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1994 അപ്പോയിന്റ് ചെയ്യുന്നത്. 1992 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1994 ഇത് 1995 കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്.
23 സെപ്റ്റംബർ 1995 നമ്മുടെ മാഞ്ചസ്റ്ററിലെ ന്യൂ സെഞ്ചുറി ഹാളിൽ വെച്ച് എന്ത് ചെയ്യുകയാണ്, ഈ പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് ഓർത്ത് വെച്ച്. വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 7 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് നിലവിലുള്ളത്. നമുക്ക് നിലവിലുള്ള 7 പ്രിൻസിപ്പിളാണ്: വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോള്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. 6ാമത്തെയാണ് ഏതാണ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. 7ാമതായിട്ട് അദ്ദേഹം കൊണ്ടുവന്നാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. നമുക്കിങ്ങനെ VDMAECC എന്നുള്ള കോഡ് വെച്ച് പഠിക്കാം കേട്ടോ. VDMAECC ഈ ഒരു കോഡിൽ നിങ്ങളൊന്ന് പഠിച്ചു പോവുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ? 4 സ്റ്റേജ് ഉണ്ട്. 4 സ്റ്റേജിൽ നിന്ന് പഠിച്ചിട്ട് പോവുക. ഉറപ്പായിട്ടും 1-2 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതിന് മുന്നിൽ പഠിക്കേണ്ടി വരും. 4 സ്റ്റേജ്, ഓരോ സ്റ്റേജിലെ പ്രിൻസിപ്പിൾസ്, ഓരോ സ്റ്റേജിൽ അപ്പോയിന്റ് ചെയ്തത് അല്ലേ, IC ആണ്. സെക്കൻഡ് സ്റ്റേജ് പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് IC ആണ്. അപ്പം അതൊക്കെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കി പഠിച്ച് മുൻപോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുള്ളെങ്കിലും കുറേ അധികം കാര്യങ്ങൾ ഞാൻ ഈ ട്രോയ് ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ച് മുൻപോട്ട് പോകണം. അത് ക്വസ്റ്റ്യൻ്റെ ഉത്തരം മാത്രം പഠിച്ച് പോയിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, പിന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടെ തരാൻ വേണ്ടിയാണ്. ഇപ്പം നമുക്ക് അറിയാം, നമ്മുടെ JCI അതിൻ്റെ വില്ലേജ് ബോർഡ് ഇൻഡസ്ട്രീസിലെ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള JCI, അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പെക്സ് സംഘമായിട്ടുള്ള KS കാർഡ് ഏറ്റവും നല്ല പോസ്റ്റുകളൊന്നാണ് കേട്ടോ. KS കാർഡ് ബാങ്കിലേക്ക് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ഈ 2 ക്ലാസ്സിനും വേണ്ടി ഒരു കോംബോ ബാച്ചായിട്ട് നൽകുകയാണ് അല്ലേ. ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ് പറയുന്നുണ്ട്, JCI ഖാദി ബോർഡ് അസിസ്റ്റന്റ് KS കാർഡിനും കൂടെ ഒരു കോംബോ ബാച്ച് നമ്മളിവിടെ ഓഫർ ചെയ്യുകയാണ്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകിച്ച് റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് ലൈവ് ക്ലാസ്സസ്, കംപ്ലീറ്റ് സിലബസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്പ് ത്രൂ ആണ് ക്ലാസ് വരിക. അതോടൊപ്പം തന്നെ അതിന്റെ ലൈവ് ക്ലാസ്സുകൾ, പിന്നെ എന്താണ് ടോപ്പിക് വൈസ് എക്സാം. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എക്സാംസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലേ. എങ്കിൽ മാത്രമേ കൊണ്ട് കാര്യമുള്ളൂ. പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷകൾ എഴുതണം. പിന്നെ നിങ്ങൾക്ക് അത് നമ്മൾ എന്താണ് ഒരു ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ വൈസ് എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മൊഡ്യൂൾ വൈസ് എക്സാംസുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് PDF മെറ്റീരിയൽ അവൈലബിൾ ആണ്. മോഡൽ എക്സാംസുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഇതാണ് നമ്പർ വരിക 7736467279 അല്ലെങ്കിൽ 8075234004 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ കേട്ടോ, ചിട്ടയോടെ ചുമ്മാ അങ്ങ് പഠിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രോപ്പർ ഒരു ചിട്ടയോടെ പഠിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന 2 പരീക്ഷകളാണ്. KS കാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് KS കാർഡ് ഖാദി ആൻഡ് വില്ലേജ് ബോർഡ് ഇൻഡസ്ട്രീസിന്റെ ആയിക്കോട്ടെ, ഏതാണ് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷകളാണ് ഇവ രണ്ടും. ബാക്കി നമ്മുടെ കയ്യിലാണ്, അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം കർത്തവ്യമാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ടീം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോഴാണ് നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് കോഴ്സ് ലഭ്യമാകുന്നതാണ് കേട്ടോ. ഓക്കെ, 6500 കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് 5000 rupees കോഴ്സ് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.